അപ്പൊ കുഞ്ഞാക്ക നമ്മളെ കൃഷി ഓഫീസർ അല്ലേ? കൃഷി ഓഫീസർ അല്ല, അസിസ്റ്റന്റ് ജഗദീഷ് ബാബു സാർ. ഓക്കെ. അപ്പൊ യാത്രയപ്പാണ് അല്ലേ? 4 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരുപാട് സേവനങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം ഇവിടുന്ന് യാത്ര പോവുകയാണ്. യാത്ര പോലെ പെൻഷൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു യാത്രയപ്പ് ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സന്നദ്ധ സേവനായ നല്ലൊരു കൃഷി അസിസ്റ്റന്റ് ഓഫീസറായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും ഞങ്ങൾ കർഷകരായ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് അദ്ദേഹം പോകുന്നുണ്ടെങ്കിലും തിരിച്ചും ഞങ്ങൾക്ക് അതിന്റെ ഒരുപാട് സേവനങ്ങൾ വേറെ നിലക്കൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ട്. നല്ലൊരു യാത്രയപ്പ് കൊടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ യാത്ര അയക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ 4 വർഷമായി കൃഷി ഓഫീസർ വന്നിട്ട് അതിനായിട്ട് നല്ല മനുഷ്യരാണ്. സഹകരണമുണ്ട്. ഞാൻ കൃഷിയിലൊപ്പം എന്റെ ഒപ്പം ഏത് വരണുണ്ട്. നമുക്ക് എല്ലാ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഓണിയിൽ ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾ എന്തൊക്കെ കൃഷി ചെയ്യലുണ്ട്? തക്കാളി, മുളക്, എല്ലാ കൃഷികളും കൃഷി ഓഫീസർ ഇപ്പൊ നമ്മളോട് വിട പറഞ്ഞു പോവുകയാണ്. അതിൽ ഭയങ്കര വിഷമമുണ്ട്. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ പോകും വേണ്ടേ. അങ്ങനത്തെ ഒരു വിഷമത്തിനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളും ഞങ്ങളോട് കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേമായി ചെയ്യുന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബാബു സാറ് നമ്മളൊരു ഔദ്യോഗിക ജീവിതം നിർത്തി അദ്ദേഹം വിട പറയുകയാണ്. പിന്നെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പൊ ഇതുവരെ എല്ലാ സേവനങ്ങളും അദ്ദേഹത്തിന്റെ വളരെ നിശ്ചിതമാണ്, വളരെയധികം ഉപകാരപ്രദമാണ്. കൃഷിക്ക് അത് അപ്പപ്പോ ആ സമയത്ത് വേണ്ട എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളോടൊപ്പം അദ്ദേഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോ അതിന് സമയമാകുമ്പോൾ അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും അദ്ദേഹം അനുകൂലമായിട്ട് സഹകരിച്ചിരുന്ന ആളായി. അപ്പൊ അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും സംസാരിക്കും. എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോകുന്ന സാറ് അപ്പൊ കാലാവധി തീരുന്ന സമയങ്ങൾ അവർ പോകും, സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരു വിടപറച്ചിൽ നിങ്ങളെല്ലാവരും എല്ലാവരും മാനസികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ സത്യം. അപ്പൊ അത്രയേറെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ നല്ലൊരു സേവകനായിട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശമായിട്ട് ഇവിടെ കടന്നു വന്നത്. അപ്പോൾ ഓക്കെ, സന്തോഷം, താങ്ക് യു.